അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഹദീസ് ക്ലാസ് 56. عن ابن عباس رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول ما من رجل مسلم يموت فيقوم على جنازته 40 رجلا لا يشركون بالله شيئا إلا شفعهم الله فيه. ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു, മരണപ്പെട്ടു പോകുന്ന മുസ്ലിമായ ഒരൊറ്റ മനുഷ്യനുമില്ല. ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ, എന്നിട്ട് ആ മരണപ്പെട്ടു പോയ മുസ്ലിമിന്റെ മേല് 40 ആളുകൾ മയ്യിത്ത് നിസ്കരിക്കുന്നു. ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅൻ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത യാതൊരു വസ്തുവിനെയും ശിർക്ക് വെക്കാത്ത 40 ആളുകൾ ഈ മയ്യിത്തിന്റെ മേല് നിസ്കരിക്കുന്നു. അങ്ങനെയുള്ള ഒരു മുസ്ലിമായ മനുഷ്യനുമില്ല. ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി, അവന്റെ കാര്യത്തിൽ അല്ലാഹു തആല അവരുടെ ശഫാഅത്ത് സ്വീകരിച്ചിട്ടല്ലാതെ, അവരുടെ ശുപാർശ സ്വീകരിച്ചിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെടുകയും അവന്റെ മേല് 40 പേരടങ്ങുന്ന, ശിർക്കുകളൊന്നും ചെയ്യാത്ത 40 പേരടങ്ങുന്ന സംഘം അവന്റെ മേലിൽ മയ്യിത്ത് നിസ്കരിച്ചാൽ തീർച്ചയായും അവരുടെ പ്രാർത്ഥന, അവരുടെ ശുപാർശ, ഈ മയ്യിത്തിന് വേണ്ടിയുള്ള ശുപാർശ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. ഇവിടെ നാം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിൽ, നാട്ടുകാരിൽ, സുഹൃത്തുക്കളിൽ, നാമുമായി ബന്ധമുള്ളവരിൽ, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ളവരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോയാൽ, ഒരു മുസ്ലിം മരണപ്പെട്ടു പോയാൽ അവരുടെ മേലിൽ മയ്യിത്ത് നിസ്കരിക്കാൻ നമ്മളെല്ലാവരും അവിടെ എത്തേണ്ടതുണ്ട്. അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. അങ്ങനെ ചുരുങ്ങിയതൊരു 40 ആളുകളെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ മയ്യിത്തിന്റെ മേലിൽ ഇവർ നിസ്കരിക്കുകയും അവർ ദുആ ചെയ്യുകയും ചെയ്യുമ്പോൾ അല്ലാഹു തആല മയ്യിത്തിന് പുറത്തു കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് മുസ്ലിം എന്ന നിലക്ക് മറ്റു മുസ്ലിങ്ങളോടുള്ള നമ്മുടെ ഈ ബാധ്യത നാം നിറവേറ്റേണ്ടതുണ്ട്. അതോടൊപ്പം മറ്റുള്ളവരുടെ മേലിൽ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടിയും അവർക്ക് ദുആ ചെയ്യാൻ വേണ്ടിയും നാം പോകുമ്പോൾ നമ്മുടെ മരണശേഷം നമ്മുടെ മേലിൽ മയ്യിത്ത് നിസ്കരിക്കാനും ദുആ ചെയ്യാനും അല്ലാഹു തആല മറ്റുള്ളവരെ നിയോഗിക്കും, മറ്റുള്ളവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കും. അപ്പോ നമ്മുടെ മരണശേഷം നമുക്ക് നിസ്കരിക്കാനും നമുക്ക് വേണ്ടി ദിക്ർ ചൊല്ലാനും നമുക്ക് വേണ്ടി ദുആ ചെയ്യാനും ഒക്കെ ആളുകൾ ഉണ്ടാകണമെങ്കിൽ അതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അത് ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടെ അല്ലെങ്കിലും അങ്ങനെ ഉണ്ടാകാൻ നാം എന്തു ചെയ്യണം? ജീവിത കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് ദിക്ർ ചൊല്ലുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും മയ്യിത്ത് നിസ്കരിക്കുകയും ചെയ്യണം. അതിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കണം. അതിന് പ്രേരിപ്പിക്കുന്നത് പ്രതിഫലാർഹമാണ്, കൂടുതൽ പുണ്യകരമാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മുഴുവൻ ഖബറുകളും അല്ലാഹു തആല സന്തോഷത്തിലായി കൊടുക്കുമാറാവട്ടെ. അവരുടെ മേലിൽ, മരണപ്പെടുന്ന ഓരോരുത്തരുടെ മേലിലും മയ്യിത്ത് നിസ്കരിക്കാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം നാം മരണപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യാനും മയ്യിത്ത് നിസ്കരിക്കാനും ഒക്കെ അല്ലാഹു തആല മറ്റു മുസ്ലിംകളുടെ മനസ്സിലും തോന്നിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് അല്ലാഹു തആല നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.